Start camera. Rolling, sir. Action! തഗ് ലൈഫ്. ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ. പസിക്കത് മണി. കമലഹാസനും പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. ഉങ്ങൾക്ക് സക്കര വ്യാധി മണി പസിക്കത് മണി. ശ്രീകർ പ്രസാദ് എഡിറ്റർ. മലബാറി മാപ്പിള ആൽബം പോലെയൊക്കെ ചില സീൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഫുൾ പരിപ്പോടെ കോൺഫ്ലിക്റ്റ് ആണ്. മണിരത്നത്തിന്റെ സിനിമയാണോ അത്? ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ആണ്, പരിപ്പോടെ കോൺഫ്ലിക്റ്റ്. ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എല്ലാം പോയി. ആവശ്യം അനുഭവിച്ചാലേ അറിയൂ. ബാക്കിയെല്ലാം കണക്കാം, എല്ലാം കോമഡി പീസുകളാണ്. ഉങ്ങൾക്ക് സക്കര വ്യാധി കമലഹാസൻ ഉൾപ്പെടെ. മലയാളികളുടെ ജോജോ ജോർജ് ഇതിൽ ഒരു ബുലോക കോമഡി പീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെരിയ നടികർ താൻ നാസർ ഭൂലോക വാണ കോമഡി പീസായിട്ട് നാസർ അഭിനയിച്ചിരിക്കുന്നു. അടുത്തതായ തൃഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വേസ്റ്റ് ക്യാരക്ടറും കോമഡി പീസും തൃഷയും. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ. മണിസാർ പടം തന്നെ. അതുകൊണ്ട് ഐശ്വര്യലക്ഷ്മി ഒരു 5-6 പടത്തിൽ കരയേണ്ട കരച്ചിൽ ഇതിൽ കരഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നേപ്പാളിൽ പോയിട്ട് അരിശിമൂട്ടിൽ അപ്പുക്കുട്ടനായിട്ട് തിരിച്ചു വരുന്നതാണ് പിന്നെ കഥ. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നെല്ല് കാണാൻ വന്നാണ്. ശരിക്കും 3G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം ഉണ്ട്. ഒരു വകയില്ല. എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമലഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. ഒരു വകയില്ല. എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമലഹാസൻ. ഒരു രക്ഷയില്ല. കമലഹാസനെ കാണാൻ പറ്റിയ തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ അവസ്ഥയായി. ഇദ്ദേഹം യമൻ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. യമനോ ഉസ്ബെക്കിസ്ഥാനോ തുർക്കിജാമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.